പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളെ ഏവരെയും കാണുവാൻ ദൈവം എന്നെ സഹായിച്ചതിന്റെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു 10 പോയിന്റ് പറയുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ്. കൂടുതൽ വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് ഈ 10 പോയിന്റും ദൈവത്തിന്റെ സന്നിധി പറയുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, മനോവ്യസനത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. നമുക്കറിയാം, 1 ശമൂവേൽ 1-10 ഹന്ന പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, നമുക്ക് അതറിയാം. അടുത്ത രണ്ടാമത്തെ വിഷയം, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത നമുക്ക് ഉണ്ടാകണം. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത ഉണ്ടാകണം. എബേസ്യരുടെ ലേഖന പുസ്തകം 6-18 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത മൂന്നാമത്, സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ദൈവത്തിന്റെ സന്നിധി സ്തോത്രത്തോടു കൂടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഫിലിപ്പിയരുടെ ലേഖന പുസ്തകം 4-6 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. സ്തുതിയോടുകൂടെ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിന്റെ സന്നിധി എല്ലാ കാര്യത്തിലും നമ്മൾ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാനായിട്ടിടയാകും. സങ്കീർത്തനം 100 അതിന്റെ 4 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അടുത്ത, മാനസാന്തരത്തോടു കൂടിയുള്ള പ്രാർത്ഥന. നമ്മുടെ തെറ്റുകൾ, നാം ചെയ്തതായ സകല തെറ്റുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം അംഗീകരിക്കുകയാണ്. സങ്കീർത്തനം 51 അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അന്ന് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക. 1, 2, 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവിൽ ഞാനുണ്ട് എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഐക്യതയോടുകൂടെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയാകും എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. മത്തായി സുവിശേഷം 18 അതിന്റെ 19 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അടുത്ത 7, ജാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ശ്രദ്ധയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത്, പരിശുദ്ധാത്മാവോടുകൂടെ പ്രാർത്ഥിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ അത് ദൈവം നിശ്ചയമായിട്ടും കേൾക്കുവാനിടയാകും. റോമർ എഴുതിയ ലേഖന പുസ്തകം 8 അതിന്റെ 26 വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത, ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ധൈര്യത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുകയെങ്കിൽ ദൈവം കേൾക്കുവാനായിട്ടിടയും. ഭയത്തോടു കൂടിയല്ല, ഏത് വിഷയം ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം മറുപടി നൽകുവാൻ ഇടയാകും. യോഹന്നാൻ സുവിശേഷം 16 അതിന്റെ 33 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത 10 വിഷയം, ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്കത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. മർക്കോസ് എഴുതിയ സുവിശേഷം 11 അതിന്റെ 24 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ 10 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അതിന്റെ മറുപടി വേഗം തന്നെ നമുക്ക് ലഭിക്കുവാനിടയാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.